ചന്ദ്രിക ഭാഗം 17. ഷിപ്പിനകത്തേക്ക് കടന്നതും മീനുവാകെ അതിശയിച്ചു നിന്നുപോയി. ശരിക്കും മറ്റേതോ ലോകത്ത് എത്തി ഫീൽ. മുൻപൊരിക്കൽ ഹോൾ ടിക്കറ്റ് വാങ്ങാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ചാടി അതർവിനൊപ്പം എറണാകുളം സിറ്റി മുഴുവൻ കറങ്ങിയ ദിവസം ഭക്ഷണം കഴിക്കാനായി ഒരു വലിയ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. ശരിക്കും കൊട്ടാര സദൃശമായ ഒരിടം. അതുപോലെയുണ്ട് ഇവിടെയും. വാ മീനു. അവൾ നജീബിനൊപ്പം നടന്നു. താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങി അവർ ബങ്കറിലെത്തി. അവിടെ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. ശരിക്കും ട്രെയിനിൻ്റെ സെക്കൻഡ് ക്ലാസ് തേർഡ് ക്ലാസ് മുറിയിലാണ് എന്നിവയെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ആ ക്യാബിൻ. കോമൺ ബാത്റൂമാണ്. നജീം ഒരു ബർത്ത് ചൂണ്ടിക്കാണിച്ചു. ഇതാ തൻ്റെ ബർത്ത്. അവളത് അവിടെ ചെന്നിരുന്നു. ആഹാ, താനിവിടെ ഇരിക്കുകയാണ്. വാ, നമുക്ക് ഈ ഷിപ്പൊക്കെ ഒന്ന് ചുറ്റിക്കാണാം, അവൻ പറഞ്ഞു. അത് എനിക്കെന്തോ വയ്യ, കുറച്ച് കഴിയട്ടെ, അവൾ പറഞ്ഞു. ശരി, എന്നാൽ താവേണയിലൊന്ന് കിടന്നു, ഞാനൊന്ന് നടന്നിട്ട് വരാം. ഭക്ഷണത്തിനുള്ള സമയമായ ഞാൻ വിളിക്കാം, ബൈ. എന്ന് പറഞ്ഞ് അവൻ നടന്നു. വീണു വിഷമത്തോടെ ചാരിയിരുന്നു. അവൾക്ക് എന്തോ വല്ലാത്ത സങ്കടം തോന്നി. പാവം ചേച്ചി ഇപ്പം എന്തെടുക്കുകയാവും? താൻ പോയ വിവരം അറിഞ്ഞ് കരഞ്ഞ് തളർന്നിരിക്കുകയാവുമോ? അവളുടെ ഉള്ളം നേര് പുകഞ്ഞു. ഇല്ല, അരികിൽ ആശ്വസിപ്പിക്കാൻ മാഷുണ്ടല്ലോ, അത് മതി. അവൾ കണ്ണുകൾ അടച്ച് അവിടെ കിടന്നു. ഈറൻമൊഴി തുവർത്തിക്കൊണ്ട് മായ അകത്തളത്തിലേക്ക് വന്നു. ഉമ്മറവാതിൽ തുറക്കാൻ ചെന്നതും അത് കൊളുത്തിട്ടിട്ടില്ല, ചാരിയിടയുള്ളൂ. അവളൊന്ന് സംശയിച്ചു. ഇതാരെ തുറന്നു വെച്ചത്? മീനു എഴുന്നേറ്റോ? മായ മീനുവിൻ്റെ മുറിയിൽ ചെന്ന് നോക്കി. അവളെ കാണാനില്ല. മായ ഒരു നിമിഷം ആലോചിച്ചു. ഇവളെവിടെ പോയതാ? അവൾ അടുക്കളയിൽ ചെന്ന് നോക്കി. അവിടെയും അവളില്ല. അവൾക്ക് എന്തോ പന്തികേട് തോന്നി. മീനു, മീനു, അവൾ വിളിച്ചുകൊണ്ട് ആ വീട് മുഴുവനും നടന്നു. ടോണി പത്രവും എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. എന്താ മായ, എന്തു പറ്റി? മാഷെ, മീനുവിനെ എവിടെയൊന്നും കാണാനില്ല, മായ പരിഭ്രമത്തോടെ പറഞ്ഞു. അത് കേട്ട് അവനും ഒന്ന് അന്താളിച്ചു. കാണാനില്ലെന്നോ? അവൾ എവിടെയെങ്കിലും കാണും. ഇല്ല, ഞാൻ എല്ലായിടത്തും നോക്കി, എവിടെയില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു മാഷെ, മായ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ വിഷമിക്കാതെ, അവൾ അമ്പലത്തിലെങ്ങാനും പോയതാകാം. ഇല്ല, അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് പോകൂ. ഇതെന്തുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തോ പന്തികേടുണ്ടെന്ന്. അത് പറഞ്ഞ് അവൾ കരഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ടോണി അവളുടെ തോളിൽ കൈവച്ചു. നീ ഇങ്ങനെ വേണ്ടാത്തതൊന്നും ആലോചിച്ച് കൂട്ടാതെ. നമ്മളെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതിയാവും അവൾ വിളിക്കാതിരുന്നത്. നിനക്ക് സമാധാനമാകാൻ ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അമ്പലത്തിന് പുറത്ത് ബൈക്ക് നിർത്തി ടോണി ഇറങ്ങി. ചെരുപ്പഴിച്ചു വെച്ച് അകത്തേക്ക് കയറാനൊരുങ്ങിയപ്പോഴാണ് വാര്യർ സാർ ചിരി ഉരുളിയിൽ പടച്ചോറുമായി പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടത്. അവനെ കണ്ടതും അവരൊന്ന് ചിരിച്ചു. അല്ല മാഷെന്താ കാലത്ത് തന്നെ ഇവിടെ? വാര്യർ സാർ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. മീനു പോയോ വാര്യർ സാറേ? മീനുവോ? മീനുവിനെ ഇന്ന് കണ്ടിട്ടില്ലല്ലോ കുഞ്ഞേ, വാര്യർ സാർ പറഞ്ഞത് കേട്ട് അവൻ പകച്ചു. മീനു വന്നില്ലെന്നോ? ആ, തിരുമേനി പറയുകയും ചെയ്തു ഇന്ന് മീനുവിനെ കണ്ടില്ലല്ലോ എന്ന്. വാര്യർ സാർ അതും പറഞ്ഞ് നടന്നു. ടോണി ആകെ അന്താളിച്ചു. ദൈവമേ, അവൾ എവിടെ പോയി? ഇനി മേലെടുത്തേക്കെങ്ങാനും ടോണി സംശയിച്ചു. പിന്നെ ഫോണെടുത്ത് മിത്രയെ വിളിച്ചു. അവൾ അവിടെ എത്തിയിട്ടില്ല എന്നറിഞ്ഞതും ടോണി ആകെ തളർന്നു. ദൈവമേ, പിന്നെ ഇവൾ എവിടെ പോയി? മായോട് ഇനി എന്തു പറയും? ടോണി തളർച്ചയോടെ ബൈക്കിനടുത്തേക്ക് നടന്നു. വിരികിനെ പോലെ മായ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഇടയ്ക്കിടെ പ്രതീക്ഷയോടെ വഴിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു അവൾ. ബൈക്കിൻ്റെ ശബ്ദം കേട്ട് മായ മുറ്റത്തേക്ക് നോക്കി. ടോണിയെ കണ്ടതും അവൾ ഇറങ്ങി ചെന്നു. എന്താ മാഷേ, അവൾ കണ്ടു? അവൻ എന്തു പറയണമെന്നറിയാതെ മുഖം കുഴിച്ചു നിന്നു. ഇല്ല മായ, അവൾ അമ്പലത്തിൽ ചെന്നിട്ടില്ലെന്നാണ് അറിഞ്ഞത്. ഈശ്വര, അവൾ നെഞ്ചത്ത് കൈവച്ചു. ഇനി അവൾ മേലെടുത്തേക്ക് അങ്ങനെ പോയി കാണോ? അവൾ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ മിത്രയെ വിളിച്ച് ചോദിച്ചു. അവൾ അവിടെയും ചെന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദൈവമേ, പിന്നെ അവൾ എവിടെ പോയി? മായ വേവലാതിയോട് ചോദിച്ചു. പെട്ടെന്ന് ടോണി എന്തോ ഓർത്ത പോലെ മുഖമുയർത്തി അവളെ നോക്കി. മായ, നീ ഒന്ന് വന്നേ. ടോണി അകത്തേക്ക് നടന്നു. കാര്യം മനസ്സിലാകാതെ അവളും അവൻ്റെ പിന്നാലെ ചെന്നു. ഇരുവരും അവളുടെ മുറിയിലേക്ക് ചെന്നു. ടോണി അവിടമാകെ നോക്കി. പിന്നെ ഷെൽഫ് തുറന്ന് നോക്കി. അതിൽ മീനുവിൻ്റെ വസ്ത്രങ്ങളൊന്നും കാണാനില്ല. ടോണി പിന്നെ ചുറ്റും നോക്കി. അപ്പോഴാണ് മേശമേൽ വെച്ച ഡയറി ശ്രദ്ധിച്ചത്. അവനത് തുറന്നു നോക്കി. അവൾ എഴുതി വെച്ച കുറിപ്പ് വായിച്ചു. പിന്നെ മായയെ നോക്കി. എന്താ പക്ഷേ? അവൾ ചോദിച്ചു. അവൾ പോയി. ഡയറി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ടോണി പറഞ്ഞു. മായ അത് വാങ്ങി. പിന്നെ പൊട്ടിക്കരഞ്ഞു. എന്നാലും പക്ഷേ അവൾക്ക് എന്നെ വിട്ട് എങ്ങനെ പോകാൻ തോന്നി? പൊന്നു പോലെ നോക്കി വളർത്തിയതല്ലേ ഞാൻ അവളെ. എന്നിട്ടും മായ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ടോണി അവളെ ചേർത്ത് പിടിച്ചു.
മായ കരയാതെ, അവൾക്കൊന്നും സംഭവിക്കില്ല, നമുക്ക് അവളെ കണ്ടുപിടിക്കാം, ടോണി പറഞ്ഞു. എന്തോ അനൗൺസ്മെൻറ്റിൻ്റെ ശബ്ദം കേട്ട് മീന കണ്ണു തുറന്ന് നോക്കി. അവിടെയുള്ള ആളുകളൊക്കെ പുറത്തേക്ക് പോകുന്നത് കണ്ട് അവളും എഴുന്നേറ്റിരുന്നു. അപ്പോഴേക്കും നജീബ് അവിടെ എത്തി. ആ, താൻ ഉണർന്നോ, വാ ഭക്ഷണം കഴിക്കാം. അവൾ അവനൊപ്പം നടന്ന് ഭക്ഷണം കഴിക്കുന്ന ഹാളിലെത്തി. അവിടെ ഒരു ടേബിളിൽ ഭക്ഷണം ഒരുക്കി വെച്ചിരിക്കുന്നു. നജീബ് ഒരു പ്ലേറ്റ് എടുത്തു, ഒന്ന് അവൾക്കും കൊടുത്തു. ഇതാ, തനിക്ക് ഇഷ്ടമുള്ള വിഭവം എടുത്തോളൂ, അവൻ പറഞ്ഞു. അവൾ നോക്കി. ചോറും സാമ്പാറും മീൻ വറുത്തതും ക്യാബേജ് തോരനും പിന്നെ പേരറിയാത്ത 2 കറികളും. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കണ്ട് തന്നെ നന്നായി ഭക്ഷണം കഴിച്ചു. ഇരുവരും പിന്നീട് ക്യാബിനിൽ വന്നിരുന്നു. 3 മണിയായപ്പോൾ നജീബ് മീനുവിൻ്റെ അരികിലേക്ക് വന്നു. മീനു, താൻ വന്നേ, അവൻ പറഞ്ഞു. എവിടേക്ക്? അതൊക്കെ ഉണ്ട്, നീ വന്നേ, അവൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. മീനു എഴുന്നേറ്റ് അവനൊപ്പം ചെന്നു. അവൻ നേരെ പോയത് ഡക്കിലേക്കാണ്. അവിടുത്തെ കാഴ്ച കണ്ട് അവൾ ശരിക്കും അതിശയിച്ചു. ഷിപ്പ് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. കരയുടെ ഭാഗങ്ങൾ കാണാനാവുന്നുണ്ട്. അവൾ കടലിൻ്റെ ഓരത്തേക്ക് ചെന്ന് താഴേക്ക് നോക്കി. കപ്പലിൻ്റെ പങ്കിയുടെ കറക്കത്തിൽ ആർത്തൊലിയുന്ന കടൽ ജലം, നീല ജലാശയത്തിന് മുകളിലൂടെ പറക്കുന്ന കടൽക്കാക്കകൾ, അകലെ കടലിനെ ചുംബിക്കുന്ന നീലാംബരം. അവളുടെ കണ്ണുകൾ തിളങ്ങി. എങ്ങനെയുണ്ട് കാഴ്ച, ഇഷ്ടമായോ? പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. ഒരു 6 മണിക്ക് ശേഷം വരണം, സൂര്യാസ്തമയം കാണാം, അപ്പോൾ ഇതിൽ രസമാണ്, നജീബ് പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ദൂരക്കാഴ്ചകൾ നോക്കി നിന്നു. കുറച്ച് സമയത്തിന് ശേഷം ക്യാബിനിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ വീണ്ടും ഡക്കിലേക്ക് വന്നു. അവിടെ നിന്ന് ദൂരക്കാഴ്ചകൾ കാണുകയും ഫോട്ടോ എടുക്കുകയും ആയിരുന്നു നജീബ്. നീണ്ടു സമൃദ്ധമായ ഈറൻ തലമുടി അഴിച്ചിട്ട് ചുവന്ന ചുരിദാർ അണിഞ്ഞ് നടന്നു വരുന്ന അവളെ കണ്ട് നജീബ് കണ്ണു വീഴ്ച നിന്നു. ശക്തിയായി വീശുന്ന കാറ്റിൽ അവളുടെ മുടി പാറി പറന്നു. പടച്ചോനെ, ഇവയ്ക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു. ചെറുപുഞ്ചിരിയോടെ അവൾ അവനരികിൽ വന്നു നിന്നു. അവിടെയുള്ളവർ അവരെ ശ്രദ്ധിക്കുന്നത് നജീബ് ശ്രദ്ധിച്ചു. കുളിയൊക്കെ കഴിഞ്ഞോ? അവൾ മൂളി. പിന്നെ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് നോക്കി. സൂര്യാസ്തമയം ആകാറായി, നജീബ് പറഞ്ഞു. മീനു അത് നോക്കി. നീലാകാശത്തിൻ്റെ വർണ്ണം മാറി വന്നിരിക്കുന്നു. വെയിലിൻ്റെ ശക്തിയും കുറഞ്ഞിരിക്കുന്നു. കൊച്ചിയുടെയും മറ്റു ഭാഗങ്ങൾ കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞു. ആകാശനീല അരുണവർണ്ണങ്ങളിൽ മുങ്ങി. ഒരു പൊട്ടുകണക്കെ സൂര്യൻ കടലിലേക്ക് ആഴവേ പതിയെ ഇരുൾ പരന്നു തുടങ്ങി. എന്ത് സുന്ദരമായ കാഴ്ച! ഇതാ, ഒരു പുലരി അവസാനിക്കുകയായി. ഇതുപോലെ തൻ്റെ ജീവിതത്തിലെ സങ്കടവും ഈ യാത്രയുടെ ആഴിയിലേക്ക് ആണ്ട് പോകണേ, അവൾ പറഞ്ഞു. എങ്ങനെയുണ്ട് കാഴ്ച, ഇഷ്ടമായോ? ഈ കാഴ്ച ഇഷ്ടാകാത്തവരെ ആരാ ഉണ്ടാവുക? ചിലർക്ക് ഇതൊരു ദിവസത്തിൻ്റെ അവസാനം മാത്രമാണ്. ചിലർക്ക് തങ്ങളുടെ ദുഃഖങ്ങളുടെ ദുരിതങ്ങളുടെ അവസാനമായി തോന്നും. തനിക്കിതിലേതായിട്ടാണ് തോന്നുന്നത്? നജി ചോദിച്ചു. നിറമില്ലാത്ത ഒരു പുഞ്ചിരി സമ്മാനിച്ച് അവൾ നടന്നു നീങ്ങി. നജീബ് അവളെ സൂക്ഷിച്ചു നോക്കി. പുറത്തവൾ ശാന്തമാണ്, പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു കടലുണ്ട്. ആർത്തിരമ്പുന്ന തിരമാലകളും ചുഴികളുമുള്ള ഒരു കടൽ. അവൾ പുഞ്ചിരിക്കുന്നുണ്ട്, പക്ഷേ അതിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു കണ്ണീർ തടാകമുണ്ട്. അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ മറച്ചു വയ്ക്കുകയാണ്. എന്താവും അത്? ഈ യാത്ര അതൊരു ഒളിച്ചോട്ടമാക്കുമോ, അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണുമോ അവൾക്ക്? 1000 ചോദ്യങ്ങളുമായി നജീബ് അവളെ നോക്കി അവിടെ തന്നെ നിന്നു. 6:30-7 മണിയോടെ ആയപ്പോൾ തന്നെ എല്ലാവരും ഡക്കിലെത്തി. കിഴക്കൻ ചക്രവാളത്തിൽ സൂര്യൻ ഉദിച്ചുയർന്നു. നീലാകാശത്തു കൂടി പറവകൾ പാറിപ്പോകുന്നു. 4 പാടും കടലാണ്. ദൂരെയായി ഒരു ദ്വീപ് തെളിഞ്ഞു കണ്ടു. ദാ, ആ കാണുന്നതാണ് കവരത്തി ദ്വീപ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലാണ്. അവിടെയാണ് എൻ്റെ വീട്, അവൻ പറഞ്ഞു. അത് കേട്ടതും അവളുടെ ഉടൽ വിറച്ചു. എന്തുകൊണ്ടും അവൾക്ക് വല്ലാത്തൊരു പരിഭ്രമവും അന്താളിപ്പൊക്കെ ഉണ്ടായി. അങ്ങനെ അതാ താൻ എത്തിയിരിക്കുന്നു ലക്ഷദ്വീപിൽ. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു, എരിപിരി കൊണ്ടു. തനിക്ക് എന്തോ ഇത് ഒരു പരിഭ്രമം പോലെ? ഒന്നുമില്ല, കുറേ കാലമായി വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാ. അവിടെ എത്താറായി എന്ന് കേട്ടപ്പോൾ പെട്ടെന്നെന്തോ എക്സൈറ്റ്മെൻറ്റ് അല്ലേ? അവൻ 2 കൈയും കെട്ടി നിന്ന് അവളെ നോക്കി. തനിക്ക് ലക്ഷദ്വീപിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ലക്ഷദ്വീപിനെ കുറിച്ച് അറിയാത്തതായിട്ട് എന്താ ഉള്ളത്? ആഹാ, അപ്പം അറിയാമോ? കുറച്ചൊക്കെ എന്നാ പറഞ്ഞ്. മീനുവിൻ്റെ ഓർമ്മകൾ പിന്നോട്ട് പോയി. നാളുകൾക്ക് മുമ്പ് അത് പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ തീരത്തു നിന്നും 200-440 കിലോമീറ്റർ അകലെയുള്ള ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ സമൂഹം ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. 32 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതുമാണ്. 1956 രൂപം കൊണ്ട
1956 രൂപം കൊണ്ടു. 1973 ലക്ഷദ്വീപെന്ന് നാമകരണം ചെയ്തു. ജനവാസമുള്ളതും അല്ലാത്തതുമായ അനേകം പവിഴപ്പുറ്റു ദ്വീപുകളുടെ സമൂഹമാണിത്. 11 ദ്വീപുകളിലാണ് പ്രധാനമായും ജനവാസമുള്ളത്. മലയാളമാണ് ദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷ. എന്നാൽ മിനിക്കോയ് ദ്വീപിൽ മാത്രം സമീപ രാജ്യമായ മാലിദ്വീപിലെ ഭാഷകളുമായി സാമ്യമുള്ള മഹൽ ഭാഷയാണ് സംസാരിക്കപ്പെടുന്നത്. തേങ്ങയാണ് ദ്വീപിലെ പ്രധാന കാർഷികോൽപ്പന്നം. ഇതിൽ ജനവാസമുള്ള ദ്വീപുകളാണ് അഗത്തി, അമിനി, ആന്ത്രോത്ത്, ബംഗാരം, ബിത്ര, ചെത്ലാത്ത്, കടമത്ത്, തുരുത്തി, കൽപ്പേനി, കിൽത്താൻ, മിനിക്കോയ്. ജനവാസമില്ലാത്തവ കൽപ്പിട്ടി, തിന്നക്കര, ചെറിയ പരളി, വലിയ പരളി, പക്ഷിപ്പിട്ടി, സുഹേലി വലിയ കര, സുഹേലി ചെറിയ കര, തിലാക്കം, കോടിത്തല, ചെറിയ പിട്ടി, വലിയ പിട്ടി, ചെറിയം, വിരിങ്കിലി, വലിയ പാണി, ചെറിയ പാണി. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? അവൾ പറഞ്ഞത് കേട്ട് വായും പൊളിച്ചു നിൽക്കുന്ന നജീബിനെ നോക്കി അവൾ ചോദിച്ചു. അവൻ 2 കൈയും കൂപ്പി. അയ്യോ നമിച്ചു മോളെ, ഇനി എനിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം, അവൻ പറഞ്ഞു. ചിരിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞ് കടലിലേക്ക് നോക്കി. ഇതിന് നന്ദി പറയേണ്ടത് അപ്പുവിനോടാണ്. അവനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അവളുടെ ഓർമ്മകൾ പിറകിലേക്ക് പോയി. സർപ്പക്കാവിലെ ആൽമര ചുവട്ടിൽ മീനുവിൻ്റെ മടിയിൽ തലവെച്ച് അതറു കിടന്നു. എന്നാലും ലക്ഷദ്വീപിലേക്ക് തന്നെ ജോലിക്ക് പോകണമെന്ന് അപ്പുവിനെന്ത് ഇത്ര നിർബന്ധം? ഇവിടെ തന്നെ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പറ്റില്ലേ? പരിഭവത്തോടെ മീനു ചോദിച്ചു. മോളെ, ഞാനേ ഒരു നേവൽ ഓഫീസറാണ്, അല്ലാതെ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഓഫീസറല്ല. എന്നാലും ലക്ഷദ്വീപ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരുപാട് ദൂരമല്ലേ ഇവിടുന്ന്? അയ്യോ, ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് അങ്ങ് അമേരിക്കയിലോ അന്റാർട്ടിക്കയിലോ ഒന്നുമല്ല. കൊച്ചിയിൽ നിന്ന് ഒരു 200 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അറിയുമോ? എവിടെ അറിയാൻ, അവൻ പറഞ്ഞു. അത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. ദേഷ്യത്തോടെ അവനെ പിടിച്ചു തള്ളി. അവൻ എഴുന്നേറ്റിരുന്ന് അവളെ നോക്കി. ഓ, നിങ്ങൾക്കപ്പോൾ ലക്ഷദ്വീപിനെ കുറിച്ച് എല്ലാം അറിയാലോ, ഒരു എൻസൈക്ലോപീഡിയ. എല്ലാം ഒന്നുമില്ലല്ലോ, കുറച്ചൊക്കെ അറിയാടി. എന്നൊന്ന് പറഞ്ഞാട്ടെ, ഞാനൊന്ന് കേൾക്കട്ടെ, അവൾ വലിയ വീഡിയോയിൽ പറഞ്ഞു. അവനൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ പറഞ്ഞു. എല്ലാം കേട്ട് അവൾ വായും പൊടിച്ചിരുന്നു പോയി. എന്ത് പറയുന്നു? ഒന്നുമില്ലേ, നമിച്ചു മോനെ, കാറ്റ് പോയ ബലൂൺ കണക്കെ അവൾ പറഞ്ഞു. അത് കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. ഷിപ്പ് കവരത്തി പോർട്ടിലേക്ക് അടുക്കുന്നതും നോക്കി നജീബും മീനും ഷിപ്പിൻ്റെ ഡക്കിൽ നിന്നു. മീനുവിന് ശരിക്കും അത്ഭുതം തോന്നി. വലിയൊരു ക്രെയിൻ കൊണ്ട് ഷിപ്പിൽ നിന്ന് ഇറങ്ങാനുള്ള കോണി എടുത്ത് വയ്ക്കുകയാണ്. അവൾ കടലിലേക്ക് നോക്കി. കടൽ വെള്ളം നല്ല നീല നിറമാണ്. അതിലൂടെ നോക്കിയാൽ അടിത്തട്ട് വരെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കുറേ ചെറുമീനുകളുടെ കൂട്ടം കാണാം. അവൾ മൊത്തത്തിൽ ആ ദ്വീപിനെ ഒന്ന് വീക്ഷിച്ചു. പച്ചപ്പൊട്ടെടുത്ത ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തോന്നിക്കുന്ന ഒരു കൊച്ചു ദ്വീപ്. ഷിപ്പ് പോർട്ടിലേക്ക് അടുത്തു. മീനു, സ്ഥലമെത്തി, താൻ വാ. ഇരുവരും ചെന്ന് ബാഗ് എടുത്തിറങ്ങി. കോണിയിലൂടെ നടക്കുമ്പോൾ മീനു താഴേക്ക് മടിച്ച് താഴേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആ കാഴ്ചകൾ കണ്ടപ്പോൾ അവൾക്ക് എന്തോ കൗതുകമാണ് തോന്നിയത്. ഭയം തീരെയില്ല. പേടിയുണ്ടെങ്കിൽ കൈ പിടിച്ചോളൂ കേട്ടോ, നജീബ് കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്ക് പേടിയൊന്നുമില്ല, അവൾ പറഞ്ഞു. അവളൊന്ന് ചമ്മി. ഇരുവരും നടന്നു. ഷിപ്പിൽ വന്നിറങ്ങിയ വേറെയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ. കൂടാതെ ചെക്കിങ്ങും ഉണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. നജീബിനോടൊപ്പം തന്നെ അവൾ നടന്നു. അല്ല, നമ്മളെങ്ങനെയാണ് തൻ്റെ വീട്ടിലേക്ക് പോകുന്നത്? മീനു ചോദിച്ചു. ഞാനെൻ്റെ ഫ്രണ്ട്സിനാരെങ്കിലും വിളിച്ച് നോക്കട്ടെ, എൻ്റെ ബൈക്കുമായിട്ട് വരാൻ, അവൻ ഫോൺ എടുത്തുകൊണ്ട് പറഞ്ഞു. ഇവിടുന്ന് കുറേ ദൂരമുണ്ട് വീട്ടിലേക്ക്? ഏയ് ഇല്ല. എന്നാൽ നമുക്ക് നടക്കാം, നല്ല തണലല്ലേ, അവൾ പറഞ്ഞു. നജീബ് ഒന്ന് ആലോചിച്ചു. ശരി, തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓക്കെ. അവൾ ബാഗ് എടുത്ത് തോളിലിട്ടു. ബാഗ് ഞാൻ പിടിക്കാം, ഇങ്ങ് തന്നേക്കൂ, നജീബ് പറഞ്ഞു. വേണ്ട, ഞാൻ തന്നെ പിടിച്ചോളാം. ശരി. ഇരുവരും സംസാരിച്ചു കൊണ്ട് നടന്നു. ബൈക്കിൽ ഒരാളെ കൊണ്ടുവിടാനായി നജീബിൻ്റെ ഫ്രണ്ട് നിഷാദ് അവിടെ വന്നിരുന്നു. ഒരു പെൺകുട്ടിയുമായി നജീബ് വരുന്നത് കണ്ട് അവൻ അമ്പരന്നു. ഇതേതാ ഈ പെണ്ണ്? ബാഗൊക്കെ ഉണ്ടല്ലോ, പഠിച്ചോനെ, ഇവ കൊച്ചി പോയി പെണ്ണിനെ വിളിച്ചുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. സൂറാത്താ എന്ന് വിളിച്ചുകൊണ്ട് നിഷാദ് വേഗം വണ്ടി തിരിച്ചു. കൊച്ചു വീടിൻ്റെ വരാന്തയിലിരുന്ന് നജീബിൻ്റെ ഉമ്മ സുഹറയും അയൽവക്കത്തുകാരായ 2 സ്ത്രീകളുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ നിഷാദ് അവിടേക്ക് വന്നു. അല്ല സൂറ, എൻ്റെ മോൻ കൊച്ചി പോയിട്ട് വന്നാ? സ്ത്രീകളിൽ ഒരുവൾ ചോദിച്ചു. ആ, ഇന്നെത്തുന്നാ പറഞ്ഞ്. കൊച്ചിയിൽ നിന്ന് പോരുമ്പോൾ എനിക്കൊന്ന് ഉറക്കും നല്ലൊരു സമ്മാനം കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂറ അല്പം ഗമയോടെ തന്നെ പറഞ്ഞു. അതെ, വലിയൊരു സമ്മാനം കൊണ്ട് അമ്മോൻ വരുന്നേ, നോക്കിയിരുന്നോ. പക്ഷേ സമ്മാനം കണ്ട് ബേളമൊന്നും വെക്കാണ്ടിരുന്നാൽ മതി, നിഷാദ് പറഞ്ഞു. സൂറ നെറ്റിച്ചൊളിച്ച് അവനെ നോക്കി. നീ എന്താ അങ്ങനെ പറഞ്ഞത്?
അക്കിണ്ട് അവൻ വരികയല്ലേ, കണ്ടറിഞ്ഞോ? നിഷാദ് പറഞ്ഞു. എന്താടാ, എന്തോ ഉണ്ടല്ലോ കാര്യം, സത്യം പറടാ. സുഹറ പറഞ്ഞു. അത് നജീബ് വന്നു, അവനെ ഞാൻ ജെട്ടിയിൽ വെച്ച് കണ്ട്. അവനല്പം മുഖപുരിയോട് പറഞ്ഞു. പിന്നെ നീ എന്താ അവനെ കൂടിക്കൊണ്ടുവരാഞ്ഞേ? അത് അവൻ തനിച്ചല്ലേ വന്നിരിക്കുന്നത്, പിന്നെ ഓൻ്റെ കൂടെ ഒരു പെങ്കൊച്ചും ഉണ്ട്. അത് കേട്ടതും സുഹറ ഞെട്ടി വാ പൊളിച്ച് നിന്നു. പെണ്ണാ? ബാഗൊക്കെ കണ്ടാ വരുന്നത്, മിക്കവാറും അവൻ അടിച്ചുകൊണ്ട് വന്നതാണെന്നാ തോന്നുന്നത്. അത് കേട്ടതും സുഹറ നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഇല്ല പഠിച്ചോനെ, ഞാൻ എന്തേ കേൾക്കുന്ന, അയ്യോ! അവൾ നിലവിളിച്ചു. അയൽവക്കത്തുകാരായ സ്ത്രീകൾ അവളുടെ കൈ പിടിച്ചു വെച്ച് അവൾ അവിടെ പിടിച്ചെടുത്ത്. എൻ്റെ സൂറ, നീ ഇങ്ങനെ കരയാണ്ടിരിക്ക്, ഓനിങ്ങ് വരട്ട്, നമുക്ക് ചോദിക്കാല്ല, സമാധാനപ്പെട് അവർ പറഞ്ഞു. ചെറിയ ആ റോഡിലൂടെ ഇരുവരും നടന്നു. ദ്വീപ് മുഴുവനും തെങ്ങുകളാൽ സമൃദ്ധമായിരുന്നു. വീതി കുറഞ്ഞ ചെറിയ റോഡുകൾ, ഇരുവശത്തും നിറയെ തെങ്ങുകളാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ നല്ല തണലുണ്ടായിരുന്നു. എങ്ങും ചെറിയ ചെറിയ വീടുകളാണ്. സൈക്കിളും സ്കൂട്ടിയും അപൂർവമായി ആ റോഡിലൂടെ പോകുന്നത് കാണാം. അവൻ ഓരോ സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. വേലിക്കൽ നിന്നൊരു സ്ത്രീ വഴിയിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. വരാന്തയിൽ ചുവരും ചാരി കരഞ്ഞു തള്ളന്നിരിക്കുകയായിരുന്നു സുഹറ. അടുത്ത് തന്നെ നൂറിനും ഉണ്ട്. ഉമ്മ, നിങ്ങളിങ്ങനെ ബേജാറാവാണ്ടിരിക്കുന്നു, ഇക്ക് ഇങ്ങ് വരട്ട്, ബാക്കി അതെല്ലാം കഴിഞ്ഞിട്ട് പറയാം. നൂറും പറഞ്ഞു. അതെ, അതാ നല്ലത്. നിഷാദ് പറഞ്ഞു. വരുന്നുണ്ട്, നജീബ് വരുന്നുണ്ട്. വഴിയിലേക്ക് വീക്ഷിക്കുകയായിരുന്ന സ്ത്രീ ഓടി വന്ന് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ചാടി എഴുന്നേറ്റ്. വരുന്നുണ്ടാ സാമദ്രോഹി, ഓൻ ഇന്ന് ഞാൻ. സുഹറ കോപത്തോടെ കൈ ചുരുട്ടി. നിങ്ങളിങ്ങനെ കളി തുള്ളാണ്ട് ഇക്ക് സൂറാത്താ, നിഷാദ് പറഞ്ഞു. എല്ലാവരും ആകാംക്ഷയോടെ നിന്നു. വേലിക്കലെത്തിയതും നജീബ് നിന്ന് തിരിഞ്ഞു നോക്കി. ഇതാ എൻ്റെ വീട്, കയറി വരൂ. നജീബിന് പിന്നാലെ അവളും നടന്നു. മുറ്റത്ത് തന്നെ എല്ലാവരെയും കണ്ട് അവൻ ആദ്യം ഒന്ന് പകച്ചു, പിന്നെ പുഞ്ചിരിച്ചു. മീനുവുമായി അവൻ ഉമ്മയുടെ മുന്നിൽ ചെന്നു. മീനു, ഇതാണ് എൻ്റെ ഉമ്മ സുഹറ. ഉമ്മ, ഇത് മീനു, അവൻ പറഞ്ഞു. സുഹറ അവനെ ദഹിപ്പിക്കും വിധം ഒന്ന് നോക്കി. അത് കണ്ട് അവനൊന്ന് ഭയന്നു. മീനു കൊണ്ടുവന്നതും പോരാഞ്ഞ് ഒരു അന്യജാതിക്കാരിയാണല്ലോ, സ്ത്രീകൾ പതുക്കെ പറഞ്ഞു. ഉമ്മച്ചി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നജീബ് പേടിയോടെ ചോദിച്ചു. എന്താ നോക്കുന്നതെന്നാ ദ്രോഹി, നീ ഞാൻ കൊല്ലൂടാ. അതും പറഞ്ഞ് സുഹറ ചൂലെടുത്ത് അടിക്കാനൊങ്ങി. മീനിയും നജീബും അന്തം വിട്ടു നിന്നു. തല്ലാനൊരുങ്ങിയത് നജീബ് ഓടി. പിന്നാലെ സുഹറയെ. എൻ്റെ ഉമ്മ, എന്തിനാണ് ഇങ്ങനെ തല്ലുന്നേ? ഓടുന്നതിനിടയിൽ അവൻ ചോദിച്ചു. എന്തിനാണോ? നിനക്ക് അറിയില്ലടാ മഹാബാബി, കുടുംബത്തിൻ്റെ മാനം കളയാൻ. ഞാനെന്തും ചെയ്തെന്നാ? ഒന്നും ചെയ്തില്ലേടാ, കുരുത്തക്കെട് കാണിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നടിക്കുന്ന നിന്നെ ഞാൻ. സുഹറ ചൂടുയർത്തി ഓങ്ങിയതും അവൻ കയ്യിൽ കയറി പിടിച്ചു. എൻ്റെ ഉമ്മ, തല്ലുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷെ കാര്യം എന്താണെന്ന് പറഞ്ഞ് തല്ല്. കാര്യം എന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലടാ. സുഹറ ചൂല് വിറച്ചിരുന്നു. എന്ത് ധൈര്യത്തിലടാ നീ ഒരു പെണ്ണിനെയും പിടിച്ചുകൊണ്ട് വന്നേ? അതൊരു അന്യജാതിക്കാരിയെ, സുഹറ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് മീനുവും ജജീബും വായും പൊളിച്ച് പരസ്പരം നോക്കി. ഉമ്മച്ചി എന്തീ പറയുന്നേ? ഈ കൊച്ചെൻ്റെ കൂടെ ഒളിച്ചോടി വന്നതെന്നല്ല, ഈ ദീപവും മറ്റും ചുറ്റിക്കാണാൻ വന്നതാണ് അവൾ. വിസിറ്റിംഗ് പെർമിറ്റ് കിട്ടാൻ വേണ്ടി എൻ്റെ സ്പോൺസർഷിപ്പിൽ പോകുന്നതാണ് ഇങ്ങോട്ട്. നജീബ് പറഞ്ഞത് കേട്ട് എല്ലാവരും വായും പൊളിച്ച് അവളെ നോക്കി. സുഹറ ആകെ ഒന്ന് ചമ്മി. പിന്നെ നിഷാദിനെ തുറച്ചു നോക്കി. അവൻ ഭയന്ന് വേഗം അവിടെ നിന്നും പറഞ്ഞു. നിങ്ങൾ പറഞ്ഞേ. സുഹറ മകനെ അടുത്തേക്ക് വിളിച്ചു. ഇക്കാര്യം എനിക്ക് വിളിച്ചപ്പോൾ പറയുന്നില്ലേ, വെറുതെ തെറ്റിദ്ധരിച്ച് ഈ സീനൊക്കെ ഉണ്ടാക്കി ആ കൊച്ചെന്ത് വിചാരിച്ചാണോ? സുഹറ ശബ്ദം താഴ്ത്തി ചോദിച്ചു. നജീബ്, മീനുവിൻ്റെ വിളി കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ. എന്ത് പ്രശ്നവും? ഒന്നുമില്ല, അവൻ പറഞ്ഞു. മോളെ, ഒന്നും വിചാരിക്കല്ലേ, ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞു പോയതാ, മോളങ്ങ് ക്ഷമിച്ചേക്ക്, സുഹറ ചളിപ്പോട് പറഞ്ഞു. മീനു പുഞ്ചിരിച്ചു. മോളകത്തേക്ക് വാ. മീനു അവർക്കൊപ്പം അകത്തേക്ക് നടന്നു. മോളിവിടെ ഇരിക്കി, സോഫ ചൂണ്ടി സുഹറ പറഞ്ഞു. നൂറി, നീ തന്നെ ചായക്ക് വെള്ളം വെക്ക്, സുഹറ പറഞ്ഞു. നൂറിൻ അകത്തേക്ക് പോയി. മോള് സ്ഥലം കാണാൻ വന്നതാണല്ലേ? അവളൊന്ന് പരിങ്ങി. അതെ, എനിക്കിവിടെ കുറച്ച് ആവശ്യങ്ങളുണ്ട്, അതിനൊക്കെ കൂടിയാണ് വന്നത്. നിങ്ങൾക്ക് ഞാനിവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്? എന്ത് ബുദ്ധിമുട്ട്? ഒന്നുമില്ല, സന്തോഷമേ ഇല്ലു. അല്ല, മോള് തനിച്ചാനാ? വേറെ ആരുമില്ലേ? ഇല്ല. അവരോരോന്നും സംസാരിച്ചിരിക്കെ ചായയുമായി നൂറിൻ വന്നു. ഇനി ചായ കുടിച്ചിട്ടാവാ വർത്താനം. എല്ലാവരും ചായ കുടിച്ചു. മീനു, ഇത് എൻ്റെ അനിയത്തി കേട്ടോ, നൂറിൻ. മീനു അവളെ നോക്കി പുഞ്ചിരിച്ചു. നൂറി, നീ മീനുവിന് മുറി കാണിച്ചു കൊടുക്ക്, കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ ആദ്യം.
നജീബ് പറഞ്ഞു. വരൂ ചേച്ചി. മീനു നൂറിനൊപ്പം നടന്നു. അകത്തൊരു ചെറിയ മുറിയിലേക്കാണ് അവർ പോയത്. പക്ഷേ അറ്റാച്ച്ഡ് ബാത്റൂമിൽ അടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എവിടെ ഇത്രയൊക്കെ സൗകര്യമേ ഉള്ളൂ ചേച്ചി? അതൊന്നും സാരമില്ല. അല്ല, നൂറിന് എന്ത് ചെയ്യുന്നു? മീനു ചോദിച്ചു. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞതാ ചേച്ചി. അല്ല, മീനു എന്നാണോ ചേച്ചിയുടെ പേര്? അല്ല, മിഥില എന്ന ശരിക്കും പേര്. മീനു എന്നെല്ലാവരും വിളിക്കുന്നതാ. ശരി ചേച്ചി, എന്നാൽ കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കട്ടെ. നൂറിൻ പുറത്തേക്ക് പോയി. മീനു വാതിലടച്ച് കട്ടിലിൽ ചെന്നിരുന്ന് കണ്ണുകൾ അടച്ചു. അങ്ങനെ ഇതാ താൻ എത്തിയിരിക്കുന്നു, തൻ്റെ അപ്പുവേട്ടനുണ്ടായിരുന്ന മണ്ണിൽ. ഈ മണ്ണിൽ വെച്ചാണ് അപ്പുവേട്ടനെ കാണാതായത്. അറിയണം എന്താണ് തൻ്റെ അപ്പുവേട്ടന് സംഭവിച്ചതെന്ന്. അവൾ ദൃഢനിശ്ചയത്തോടെ എഴുന്നേറ്റ് നടന്നു. തുടരും.